നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിൽ നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ സംഭവ ബഹുലമായ നിമിഷങ്ങളൊക്കെ ഒടുവിൽ അപർണ സത്യങ്ങളൊക്കെ അറിയുവാണ്. അപർണയുടെ വിചാരം താനാണ് വലിയവള്, ജാനകി തൻ്റെ മുന്നിൽ ഒന്നുമല്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന. പക്ഷെ ഒടുവിൽ അപർണയ്ക്ക് ആ വലിയ സത്യം അറിയേണ്ടതായിട്ട് വരുവാണ്. അപ്പം അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. അങ്ങനെ രാവിലെ തന്നെ രാധാമണി ക്ഷേത്രത്തിൽ പോകാനായിട്ട് ഇറങ്ങുവാണ്. ആ സമയത്ത് ജാനകി പറഞ്ഞു, ഞാനും കൂടെ വരായിരുന്നു, പക്ഷെ പൊന്നൂനെ സ്കൂളിലൊക്കെ ഒരുക്കി വരണം, അല്ലെങ്കിൽ ഞാനും വന്നേന. അത് സാരമില്ല മോളെ, ഞാൻ പോയി പ്രാർത്ഥിച്ചിട്ട് വരാം. അതൊക്കെ പറഞ്ഞ് രാധാമണി പോകുന്നേ. സാധാരണ രാധാമണി അങ്ങനെ തനിച്ചു പോകുന്നതല്ല, ജാനകി ആരെങ്കിലും കൂടെ കാണും. പതിവിലും വിപരീതമായിട്ട് രാധാമണി തനിച്ചാ പോയത്. അങ്ങനെ രാധാമണി ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചു. പ്രശ്നങ്ങൾക്ക് മേലെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുമല്ലേ. തമ്പി കാരണം ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ്. അപ്പം എല്ലാ പ്രശ്നങ്ങളും മാറണം. ജാനകിക്ക് വേണ്ടിയിട്ട് പ്രത്യേക അർച്ചനകളും വഴിപാടുകളൊക്കെ നടത്തിയിട്ട് രാധാമണി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് അങ്ങോട്ടേക്ക് വസന്തരാമ വരുന്നത്. വസന്തരാമ ക്ഷേത്രത്തിലേക്ക് വന്ന വസന്തരാമയുടെ മനസ്സിലും തീയാണ്. കാരണം മോളുടെ ജീവിതം ഇങ്ങനെയായി തീരുന്നതിൽ അവർക്ക് നല്ല വിഷമമുണ്ട്. എത്ര പറഞ്ഞാലും അപർണ അനുസരിക്കില്ല. അപർണയ്ക്ക് ഒരു കുടുംബജീവിതം അല്ല ആവശ്യം. അത് നന്നായിട്ട് വസന്തരിക്കും അറിയാം. സ്വന്തം മോളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛൻ പറയുന്നത് അനുസരിക്കുള്ളൂ. അച്ഛന് വേണ്ടിയിട്ട് അവൾ അവളുടെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും മോളുടെ മനസ്സൊന്ന് മാറിയാലോ എന്നൊരു ചിന്തയോട് കൂടിയിട്ടാണ് വസന്തര ക്ഷേത്രത്തിലേക്ക് വരുന്നത്. അപ്പം രാധാമണിയെ കാണുന്നത്. അങ്ങനെ വസന്തര രാധാമണിയോട് വിശേഷങ്ങളൊക്കെ തിരക്കുവാണ്. എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ, എന്തിയെ ജാനകി വന്നില്ല എന്നൊക്കെ ചോദിച്ചു. അപ്പം പറഞ്ഞു ജാനകി വന്നില്ല, അവൾക്ക് മോളെ സ്കൂളിൽ ഒരുക്കി വരേണ്ടതുകൊണ്ട് വന്നില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും വസന്തര പറഞ്ഞു, അതെ, എനിക്ക് ചില കാര്യങ്ങളൊക്കെ രാധാമണിയോട് സംസാരിക്കാനുണ്ട്. കാരണം രാധാമണിയാണ് പരാതി കൊടുത്തിരുന്നത് തൻ്റെ ഭർത്താവിനെതിരെ. പക്ഷേ അതിനകത്ത് എന്തൊക്കെയോ സത്യസന്ധതയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വസന്തര വിശ്വസിച്ചിരുന്നു. വസന്തര പറഞ്ഞു, ഞാൻ അവിടെ വന്നപ്പോഴൊക്കെ എനിക്കൊരു കാര്യം തോന്നിയിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ രാധാമണി അളകാപുരി വീട്ടിൽ വന്ന് നിൽക്കില്ല. ഒരു പക്ഷേ എൻ്റെ മനസ്സിലെ സംശയം ശരിയാണെങ്കിൽ രാധാമണി ജാനകിയുടെ അമ്മയാണ്, ശരിയല്ലേ എന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഒരു നിമിഷം ഒന്നും വല്ലാത്തൊരു ഞെട്ടലുണ്ടായി രാധാമണി ഒട്ടും പ്രതീക്ഷിച്ച ചോദ്യമായിരുന്നില്ല അത്. രാധാമണി എന്താ വസന്തരെ പെട്ടെന്ന് അങ്ങനെ ചോദിക്കാൻ കാരണം എന്താ? അല്ല, എനിക്ക് വന്നപ്പോൾ തോന്നിയ കാര്യമാണ് ജാനകിയോട് രാധാമണിക്കുള്ള സ്നേഹം. അതുപോലെ തന്നെ രാധാമണിക്ക് ജാനകിയോടുള്ള സ്നേഹം ഞാൻ കണ്ടതാ. അതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായത് അങ്ങനെയാ, ജാനകിയുടെ അമ്മയാണ് രാധാമണിന്ന്. ജാനകി അമ്മയെ അന്വേഷിച്ച് നടക്കുക എന്നൊക്കെ മുമ്പ് മോള് വന്ന് വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ചു കാലത്തേന് അതിനെക്കുറിച്ചൊരു വിവരമില്ലായിരുന്നു. അമ്മയെ കണ്ടെത്തി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആരാ എന്താണെന്നൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ തോന്നിയൊരു സംശയമാണ്, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. അത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു, ഇനി ഞാനൊന്നും മറച്ചു വെക്കുന്നില്ല. വസന്തര മനസ്സിൽ ഉദ്ദേശിച്ച ശരി തന്നെയാണ്. ഞാൻ ജാനകിയുടെ അമ്മയാണ്. ഞാൻ ജാനകിയെ പ്രസവിച്ച അവളുടെ സ്വന്തം പെറ്റമ്മയാണ്. അത് കേട്ടതും ഒരു നിമിഷം വസന്തരയൊന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ മനസ്സിൽ വിചാരിച്ചെങ്കിലും ഇങ്ങനെ ആവുമെന്ന് പ്രതീക്ഷിച്ചില്ല. അങ്ങനെയാണെങ്കിൽ അച്ഛൻ ആര് എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരിക. പെട്ടെന്ന് വസന്തര ചോദിച്ചു, അല്ല അത് പിന്നെ അങ്ങനെയാണെങ്കിൽ ജാനകിയുടെ അച്ഛൻ. ഇത് കേട്ടത് രാധാമണി പറഞ്ഞു, എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം വസന്തരയ്ക്ക് അറിയാലോ. വസന്തര പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആരായിരിക്കും? ഇത്രയും കാലം ഞാൻ പലതും മറച്ചു വെച്ചു, ഒന്നും മിണ്ടാതെ ഇരുന്നു. ഇനി അത് മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നുന്നു. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയും. അത് കേട്ടപ്പോൾ വസന്തര ചോദിച്ചു, അല്ല സത്യം പറ, തമ്പിയേട്ടനാണോ? തമ്പിയേട്ടനെ കുറിച്ചുള്ള പരാതികളും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പലവട്ടം. പിന്നെ രാധാമണി കൊണ്ട് പരാതി കൊടുക്കുകയും ചെയ്തു, രാധാമണിയെ പീഡിപ്പിച്ചെന്നും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചത്? എനിക്കത് അറിയണം. വസന്തര അത് ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാധാമണി പിന്നെ ഒന്നും മറച്ചു വെച്ചില്ല. ഉള്ള സംഭവം കൊണ്ട് വസന്തരെ മുന്നിൽ വെളിപ്പെടുത്തി, എന്താ ഏതാന്നൊക്കെ. അത് കേട്ടതും വസന്തരയ്ക്ക് വല്ലാത്തൊരു ടെൻഷനായി. വസന്തരയ്ക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ പോലും ഇല്ല ഉള്ള ശേഷി ഉണ്ടായിരുന്നില്ല. ക്ഷേത്രത്തിലേക്ക് പോകാൻ വന്നാ, പക്ഷെ ക്ഷേത്രത്തിലേക്ക് കയറി പോലും ഇല്ല. വസന്തര ഒന്നും മിണ്ടാതെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രാധാമണിക്ക് വിഷമമായി. പാവം, ഇവരെന്ത് പഠിച്ചു? തമ്പി അങ്ങനെയൊക്കെ ചെയ്ത് കൂട്ടിയതിന് ഇവരെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. അത് മാത്രമല്ല ഇവരുടെ മോള് ചെയ്യുന്നതിനും ഇവരൊരു പാവ സ്ത്രീയാന്ന് രാധാമണിക്ക് ആദ്യമേ തോന്നിയ കാര്യമാണ്. തമ്പിയും മോളും ചെയ്യുന്നതിന് ഇവരും കൂടെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ട്. വസന്തരയ്ക്ക് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും രാധാമണിക്ക് നല്ല സങ്കടമായി. അങ്ങനെ നെഞ്ചു തകർന്നാണ് വസന്തര വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് അപർണ അവിടുന്ന് പോകാൻ കൂട്ടാക്കില്ല അളകാപുരിന്ന്. അമല് മാക്സിമം ശ്രമിച്ചു അവളെ പറഞ്ഞു വിടാനായിട്ട്. എന്തിനേറെ പറയുന്നു, ഡിവോഴ്സ് കേസ് വരെ
ഫയൽ ചെയ്തു. പക്ഷെ എന്നിട്ടും അതൊക്കെ വലിച്ചു കീറി കളഞ്ഞിട്ട് വലിയ അന്തസ്സാന്നുള്ള രീതിയിൽ അവളവിടെ നിൽക്കുകയാണ് അപർണ. പക്ഷേങ്കിൽ അത് അമലിന് സഹിക്കാൻ പറ്റിയില്ല. ഒടുവിൽ അമൽ പറഞ്ഞു, നീ മര്യാദയ്ക്കാണെങ്കിൽ ഇവിടെ നിറയ്ക്കോ, അല്ല നിന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും. ഇനിയിപ്പോൾ അതാ സംഭവിക്കാൻ പോന്നേ. എനിക്ക് നിന്നെപ്പോലുള്ള ഒരുത്തിയ ഭാര്യയായിട്ട് വേണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാൽ മതി. അപ്പോഴേക്കും അപർണ പറഞ്ഞു, ഞാൻ നിന്നെ കാണിച്ചു തരാടാ, ഞാൻ അങ്ങനെ തോറ്റ് പിന്മാറാനൊന്നും പോകുന്നില്ല, നീ എന്താന്ന് വെച്ചാൽ ചെയ്യടി, മേലിൽ ഇവിടെ നിന്നേക്കരുതെന്നൊക്കെ പറഞ്ഞു. അപർണയ്ക്ക് തോന്നി ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, അവനിട്ടൊരു പണി കൊടുക്കണം, അച്ഛനെ ഒന്ന് പോയി കാണണം എന്ന് കരുതിയിട്ട് അപർണ തമ്പിയെ കാണാനായിട്ട് അങ്ങോട്ടേക്ക് പോയി. അതേസമയം ക്ഷേത്രത്തിൽ പോയിട്ട് രാധാമണി തിരികെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വരുന്ന സമയത്ത് ജാനകി ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ ജാനകിയോട് സംസാരിക്കുന്ന സമയത്ത് രാധാമണി പറഞ്ഞു, ഞാൻ ഇന്ന് പോകുന്ന വഴിക്ക് വസന്തരയെ കണ്ടായിരുന്നു. അപർണയുടെ അമ്മ, അവർക്ക് നല്ല വിഷമമുണ്ട് അപർണയുടെ സ്വഭാവം ഇങ്ങനെ ആയതിൽ. എന്ത് ചെയ്യാൻ പറ്റുമേ, ആ അമ്മയെ ഓർക്കുമ്പോൾ എനിക്കും വിഷമമുണ്ട്. ശരിക്കും അപർണ എങ്ങനെ ആക്കി തീർത്ത അവളുടെ അച്ഛനാണ് ആ തമ്പി എന്ന് പറയുന്ന അയാളാണ്. അയാളില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അപർണ നല്ല രീതിയിൽ തന്നെ ജീവിച്ചേനും. ഇപ്പം തന്നെ കണ്ടില്ലേ അമൽ അവളെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഒരുങ്ങുക. അല്ല മോളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്തിനാ അവൻ ഇതുപോലെയുള്ള ഭാര്യ, അവൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും നോക്കുന്നുണ്ടോ? ഒരു ഭാര്യ എന്ന നിലയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ? ഒന്നുമില്ല. പിന്നെ പേരിന് മാത്രം ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കാൻ മാത്രം അതിൻ്റെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിലും അമൽ എന്ത് തെറ്റേ ചെയ്തേ? ഇതിന് മാത്രം തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല. ഇവളെ പോലുള്ള ഒരുത്തിനെ ചുമക്കേണ്ട കാര്യമില്ല. ഞാൻ നോക്കിയിട്ട് ഏറ്റവും നല്ല കാര്യമാണ് അമലും അപർണയും തമ്മിൽ ഡിവോഴ്സ്. നിങ്ങൾ എന്തിനാ അതിനെ എതിർക്കുന്നേ? ഡിവോഴ്സ് നടക്കട്ടെ, അങ്ങനെയെങ്കിൽ അമൽ സ്വന്തനാട്ടെ, അമല് നല്ലൊരു ജീവിതം കിട്ടട്ടെ. ഇനി ഇവളോടൊപ്പമുള്ള ജീവിതം അവന് ദുസ്സഹമായിരിക്കും, ഒരിക്കലും നല്ലൊരു ജീവിതം കിട്ടാൻ പോകുന്നില്ല. ജാനകി പറഞ്ഞു, അതൊക്കെ എനിക്കറിയാമേ, ഒന്നുമല്ലെങ്കിലും അവളെൻ്റെ ചോരയാണ്. പക്ഷെ അതിനേക്കാളുപരി ഡിവോഴ്സൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓർത്ത് വയ്ക്കേ, അവൾക്കിനി എന്തായാലും ഒരു ജീവിതം ഉണ്ടാകാൻ പോകുന്നില്ല, അവളുടെ സ്വഭാവം വെച്ച് ഉണ്ടാകത്തില്ല. പിന്നെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം മക്കളെല്ലാവരും എന്നും ഇവിടെ ഈ വീട്ടിൽ തന്നെ കാണണമെന്ന, ഒരിക്കലും ആരും വേർപിരിച്ച് പോകുന്നില്ല ആഗ്രഹിച്ചു. അതുപോലെ തന്നെയാണ് അഭിയേട്ടനും വിഷമം. അമലും അപർണയും കൂടെ വേർപിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് കൊടുത്ത് വാക്ക് പാലിക്കാൻ പറ്റില്ലല്ലോ. എങ്ങനെയെങ്കിലും അവരെ രണ്ടുപേരെയും കൂടെ അനുനയിപ്പിച്ചൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനും അഭിയേട്ടനൊക്കെ ഇത്രമാത്രം ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. പക്ഷെ അതും കൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലെന്ന് മനസ്സിലായി. അത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു, അതാ പറഞ്ഞത്, അവനെ അവൻ്റെ വഴിക്ക് വിട്, അവനെന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. അവളെപ്പോലുള്ള ഒരു ഈ വീട്ടിൽ വേണമെന്നും എനിക്കൊരു അഭിപ്രായമില്ല. അല്ലെങ്കിൽ തന്നെ മോളെ തന്നെ കൊല്ലാൻ ശ്രമിച്ചല്ലേ. അങ്ങനെ ഒരുത്തിക്ക് ഒരു കാരണവശാൽ ആരോട് സ്നേഹം തോന്നത്തില്ല. അവൾക്ക് അതിന് സ്നേഹം എന്ന് വെച്ചാൽ അവളോട് മാത്രമേ ഉള്ളൂ, പിന്നെ അവളുടെ അച്ഛനോടും. അത് കേട്ടപ്പം ജാനകി പറഞ്ഞു, ഇനി എന്താന്ന് വെച്ചാൽ തീരുമാനിക്കട്ടെ. ഇനിയിപ്പം ഞാൻ ആരുടെയും കൈയും കാലും പിടിക്കാനൊന്നും പോകുന്നില്ല, വരുന്നിടത്ത് വെച്ച് കാണാം എന്നൊരു ചിന്തയായിരുന്നു ജാനകിയുടെ മനസ്സിലുണ്ടായിരുന്നേ. ആ സമയത്ത് അപർണ വീട്ടിലേക്ക് വന്ന് തമ്പിയോട് കാര്യങ്ങൾ പറയാണ്. അച്ഛാ, ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല. അമല് അവിടെ തന്നെ അടിച്ചിറക്കാനാണ് ശ്രമിക്കുന്നത്. ഇനിയാ അവന് ഞാനുമായിട്ടുള്ള ബന്ധം അത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അപ്പോഴേക്കും തമ്പി ഒരു, മോളെ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നേ? എൻ്റെ അച്ഛ, എല്ലാത്തിനും കാരണമുണ്ടല്ലോ ആ ജാനകി ഒരുത്തിയാ. അവൾ ഒറ്റ ഒരുത്തി ഇതിനെല്ലാം ചരട് വലിക്കുന്നേ, അവളാണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. എനിക്ക് തോന്നേ അവൾ സ്വയം തോന്നിയ കാര്യമൊന്നുമില്ല. ഇത് മിക്കവാറും ജാനകി അഭിയും കൂടെ അവനെ എരിപൊരി കയറ്റി വിട്ടതായിരിക്കും ഈ ഡിവോഴ്സ് നോട്ടീസ് അയക്കാനൊക്കെ പറഞ്ഞ്. എന്നിട്ട് എൻ്റെ മുന്നിൽ കിടന്ന് ഭയങ്കര നാടകങ്ങളിയായിരുന്നു. ഇതങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇത് കേട്ടോണ്ട് വസന്തര എങ്ങോട്ട് വരുന്നേ? വസന്തര പറഞ്ഞു, നീ എന്തിനാ മോളെ എന്ത് പറഞ്ഞാലും ജാനിയെ കുറ്റപ്പെടുത്തുന്നേ? അതിൻ്റെ ആവശ്യം എന്താ? ജാനിയെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നേ, അവിടെ വേറൊരുത്തി ഉണ്ടല്ലോ, ഒരു രാധാമണി എന്ന് പറയുന്നേ. അവരെയും കൂടെ ഞാൻ കുറ്റപ്പെടുത്തുന്നേ. അല്ലെങ്കിലും ഈ ജാനിക്ക് ഇത് എന്തിൻ്റെ കേടാ? അല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, അച്ഛനുമില്ല അമ്മയില്ല, വലിഞ്ഞു കയറി വന്നൊരു സാധനം അങ്ങോട്ടേക്ക്. അവളുടെ വിചാരം അവൾ അവിടുത്തെ വലിയ ആളാന്നാ. ഇത് കേട്ടതും ഭയങ്കര വിഷമമായിപ്പോയി വസന്തരയ്ക്ക്. വസന്തര പറഞ്ഞു, മോളെ നീ അങ്ങനെയൊന്നും പറയരുത്. പിന്നെ എങ്ങനെ പറയണം? ശരിക്കും പറഞ്ഞാൽ അവളെ അവിടെ അടിച്ചിറക്കി വിടണം. അവളെ മാത്രമല്ല ആ രാധാമണി എന്ന് പറയുന്ന സ്ത്രീയെയും. അവരെ അവിടെ അടക്കി ഭരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നേ. എൻ്റെ അച്ഛനെതിരെ കള്ളക്കേസ് കൊടുത്താ, ഇനിയും കള്ളക്കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് എന്നെ വെല്ലുവിളിച്ചിരിക്കുക. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കേട്ടപ്പോൾ വസന്തര പറഞ്ഞു, മോളെ നീ അങ്ങനെയൊന്നും പറയരുത്. തമ്പി പറഞ്ഞു, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിനക്ക് അവരുടെ ഭക്ഷത്താണ് ചായ കൂടുതലെന്നറിയാം. അവരെല്ലാം നിനക്ക് 4 നേരം വെട്ടി വിഴുങ്ങാൻ തരുന്നേ. ഇവിടെ ഉള്ളത് കഴിച്ചിട്ട് മര്യാദയ്ക്ക് ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം, അല്ലെങ്കിലുണ്ടല്ലോ ഇത് പറഞ്ഞ് ദേഷ്യപ്പെടുവാണ് വസന്തരയോട്. അപ്പോഴേക്കും വസന്തര പറഞ്ഞു, ഓഹോ അപ്പം അങ്ങനെയാണല്ലേ,
ഇത്രയും കാലം നിങ്ങൾ പറയുന്ന കേട്ട് നിങ്ങളെല്ലാം പറയുന്ന അനുസരിച്ച് ഞാൻ കഴിഞ്ഞു. എനിക്ക് അങ്ങനെ ഒരു നിർബന്ധമില്ല തമ്പിയേട്ടാ നിങ്ങളോടൊപ്പം ഇങ്ങനെ കഴിയണമെന്ന്. അല്ലെങ്കിലും നിങ്ങളെപ്പോലുള്ള ഒരുത്തൻ്റെ കൂടെ ജീവിക്കാനായിട്ട് ഞാൻ ആരംഭിച്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം. ഒരിക്കലും നിങ്ങളെപ്പോലുള്ള ഒരുത്തൻ്റെ കൂടെ ഞാൻ ജീവിക്കാൻ പാടില്ലായിരുന്നു. അപ്പോഴേക്കും അപർണ പറഞ്ഞു, അമ്മ എന്തൊക്കെയാ പറയണേ? അമ്മ എന്തിനാ അച്ഛനെ കുറ്റപ്പെടുത്തുന്നേ? കുറ്റപ്പെടുത്തുവോ? നിന്റെ അച്ഛനെക്കുറിച്ച് നിനക്ക് എന്തറിയാം? നീ നിന്റെ ജീവിതം തകർത്ത് ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിലേ നിനക്കൊരിക്കലും ശാശ്വതമായിട്ട് ജീവിതം ഉണ്ടാകത്തില്ല. നിന്റെ അച്ഛൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് അവസാനം ദുരന്തമായിരിക്കും. പിന്നെ ദുരന്തം പോലും അതൊക്കെ അമ്മയുടെ വെറും തോന്നൽ മാത്രമാണ്. അപർണേ, നീ ജാനകിക്കെതിരെ വെല്ലുവിളിയായിട്ട് ഇറങ്ങരുത്. നിന്റെ അച്ഛൻ്റെ വാക്ക് കേട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നീ നിന്റെ സ്വന്തം ചോരയെ തന്നെയായിരിക്കും വെല്ലുവിളിക്കുന്നത്. എന്താ പറഞ്ഞേ? സ്വന്തം ചോരയോ? അമ്മ എന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് തെളിച്ചു പറങ്ങോട്ട്? സ്വന്തം ചോര എന്നൊക്കെ പറയണേ. അപ്പോഴേക്കും തമ്പിക്ക് അപകടമെടുത്തു. നിനക്ക് മനസ്സിലായില്ലല്ലേ എന്താന്ന്? ജാനകി ആരാന്നാ നീ വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഈ നിൽക്കുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, ഇയാളൊരു മനുഷ്യമൃഗമാ. ഇയാളുടെ ഉണ്ടായ മകളാണ് ജാനകി. ഇയാളിലും രാധാമണി വാരിസലിനും ഉണ്ടായ മകളാ. നിനക്കത് ഇതുവരായിട്ട് മനസ്സിലായിട്ടില്ലല്ലേ? അന്നെങ്കിൽ ഇപ്പം നീ അത് മനസ്സിലാക്കിക്കോ. ഇനി അവളോട് പോരടിക്കാനാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ നിന്റെ സ്വന്തം ചോരയെ തന്നെയായിരിക്കും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്. ഇത് കേട്ടതും ഇടിവെട്ടേറ്റ അവസ്ഥയിൽ അപർണ നിൽക്കുക. അപർണയ്ക്ക് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അതിനേക്കാളും വലിയ അടിയായിരുന്നു തമ്പിക്ക്. ഇത്രയും നാളും വലിയ വെള്ളപ്പൊക്കെ ഇട്ട് നിന്ന അപർണയുടെ മുന്നിൽ എല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നടിഞ്ഞു പോയി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ മറച്ചു വെച്ച ആ രഹസ്യം വെളിപ്പെടുവാണ്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.